അല്ല വീഡിയോ ഇടുവാണെങ്കിൽ എന്താ പറയണ്ടേ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു വീഡിയോ ഞാൻ ഒരുപാട് നാളിന് ശേഷം ഇന്ന് ഇടുവാണേ. എന്താന്നല്ലേ, ഇന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരാളുണ്ട്. അതാരാന്ന് ഞാൻ പറയട്ടെ? അല്ലേ വേണ്ട, ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ വീഡിയോ കണ്ടോളൂ. ഇങ്ങനെ തന്നെയായിരിക്കും ചിഞ്ചുമോൻ പറയാൻ പോകുന്നത്. എന്റെ വീഡിയോ വൈറലാവോ? വീഡിയോ എടുക്കാണ്. വീഡിയോ വൈറലാവോ? ഇല്ല, വീഡിയോ വൈറലൊന്നും ആവില്ല, എന്നാലും വ്യൂസ് കിട്ടുമായിരിക്കും. ഹലോ, അപ്പോൾ ഇയാളെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരണോ? അല്ലേ വേണ്ട, പരിചയപ്പെടുത്തി തന്നേക്കാം. ഇതാട്ടോ നമ്മുടെ നൗഫി നാദൃഷ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് ദുബായിലെ കവനീജിൽ വന്നേക്കുക കേട്ടോ. ഇവിടെ ഒരു പാർക്കാണ്. ഞാനും അഞ്ചൂസും കൂടെ അവരുടെ റൂമിൽ പോയതാണ്. കുറേ നാളായി അവരെ കണ്ടിട്ട്. അങ്ങനെ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒന്നും ചെല്ലാത്തതിൻ്റെ പരാതികളും പരിഭവങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നാദൃഷ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം കേട്ടോ ഈ പാർക്കിലേക്ക് വരവ്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ അൽനാദ പാർക്ക് പോലെ കുഞ്ഞൊരു പാർക്കാണ്, അതുകൊണ്ട് വീഡിയോ ഒന്നും ആദ്യം എടുക്കാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ. പക്ഷേ എൻട്രി ചെയ്തപ്പോഴത്തേന് എനിക്ക് തോന്നി അടിപൊളിയാണ്. അന്നേരമാണ് ഇവർ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടെന്ന്. പിന്നെ ഞാൻ വീഡിയോ ഇങ്ങനെ കേട്ടോ എടുത്തത്, നേരെ തിരിച്ചെടുത്തില്ല. കാരണം ഒരുപാട് സംഭവങ്ങളൊന്നും കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇത്ര എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ അധികം വോയിസ് ഓവർ കൊടുക്കുന്നില്ല. വോയിസ് ഓവർ കൊടുത്താൽ ഈ വീഡിയോയുടെ ഭംഗി അങ്ങ് പോവും. കാരണം നമ്മുടെ നൗഫി കേട്ടോ ഈ വീഡിയോ ഫുള്ള് കൊണ്ടുപോയേക്കുന്നത്. അവളുടെ ക്രിയേറ്റിവിറ്റികളാണ് ഈ വീഡിയോയിലുള്ളത് ഫുള്ള്. പിന്നെ അബിൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അബിന് വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു ഓഫീസിൽ. അപ്പം അതിൻ്റെ ഇതിനു വേണ്ടി അബിൻ പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ അബിൻ ഇല്ലാത്തത്. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സമയം ചെലവഴിച്ചായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ വീഡിയോ എത്ര നന്നായിട്ട് എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. പിന്നെ ഇതൊരു തടാകം കേട്ടോ. തടാകമല്ല, വെള്ളം കെട്ടി നിർത്തിയേക്കുന്നതാണ്. എനിക്ക് തോന്നിയത് അങ്ങനെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവം കാണുന്നത്. ഇത് ലണ്ടനിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അറിയത്തില്ല സത്യത്തിൽ. അവിടെ ഇങ്ങനെ പ്രോമിസ് ബ്രിഡ്ജ് എന്നാന്ന് തോന്നുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ കുറേ താക്കോലുകൾ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തർ കൊണ്ടേ അവരുടെ കപ്പിൾസിൻ്റെ പേര് എഴുതിയിട്ട് ലോക്ക് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ പ്രോമിസ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടോ ഒരുപാട് താക്കോല് കൂട്ടം കണ്ടോ കിടക്കുന്നത്. അപ്പോൾ നൗഫി ഇങ്ങനെ പറയാണ് എൻ്റെ നാദൃഷയുടെ പേര് ഞങ്ങളിങ്ങനെ കൊണ്ടേ ഇട്ടിട്ടുണ്ട്, എവിടെയാണെന്ന് ചിഞ്ചുമോനെ കണ്ടുപിടിക്കാവുമെന്ന്. പക്ഷേ ഞാൻ ആദ്യം കുറേ തപ്പുവാണ്. ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞു ഇത്രയും താക്കോലുകൾ കിടക്കി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ് നൗഫിന്ന്. പിന്നെ അവൾ പറയാം ഞാനൊന്നും ഇട്ടിട്ടില്ലേ, ചിഞ്ചുമോനെ പറ്റിക്കാൻ പറഞ്ഞതാണേന്ന്. ഒരുപാട് പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ എഴുതിയിട്ടാൽ അവർ പിരിയൂലെന്നാണ് വിശ്വാസം എന്നാണ് നൗഫി പറഞ്ഞത്. എനിക്കറിയത്തില്ല. ആണോ? കൊള്ളാം. സ്റ്റെപ്പാണ്. അങ്ങോട്ട് വീഡിയോ എടുത്തോ? വീഡിയോ ഒക്കെ എടുത്തു. തീർച്ചയായിട്ടും. അയ്യോ ഇത് നല്ല രസമുണ്ട് ഈ ബൾബ്. ഇത് അഞ്ചു ഒരു നൗഫി അഞ്ചു. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. ഇതാ പറ. ഇവിടെ പക്ഷെ പറയുടെ ഇവിടെ കാളവണ്ടിക്ക് ഉപയോഗിക്കുന്ന ചക്രം. എന്തോ കാളവണ്ടിക്ക് ഉപയോഗിക്കുന്ന ചക്രം. എന്താ നൗഫിയ സാധനം? പിന്നെ നമ്മൾ ഇതിലേ പോകണം. അല്ല ഇത് വേറെ. അയ്യോ അവിടെ വഴി തീർന്നു. പിന്നെ നമ്മൾ വെള്ളത്തിലായിരിക്കും. ഇത് വെറുതെയാ. പോയി അവിടെയൊക്കെ നിൽക്കി. ഞങ്ങൾ ഉമ്മച്ചി ഇത് എന്നെയാണ് അഞ്ചുങ്ങോട്ട് നോക്ക്. എവിടെ ആരാടാ കൊച്ചിക്കിരുന്ന് പിയാനോ വയ്ക്കുന്നത്?
അവിടെ കൊണ്ടിരുത്തിയാലോ? ചിരിച്ചു കാണിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. കാണാവോ നിനക്ക്? കൊണ്ടാരെ പോലെ दिल को करार आया, तुझसे प्यार आया, पहली पहली बार आया, ओ यारा। दिल को करार आया, तुझे पे प्यार आया, पहली पहली बार आया, ओ यारा। ഇത് നമ്മുടെ അഞ്ജൂസ് പറഞ്ഞത് കാനായിലെ കല്യാണവരുന്നിലെ കൽഭരണിയാണ് കേട്ടോ. ഇത് പറ. പിന്നെ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ വീട്ടിൽ ഈ മണ്ണും അല്ലെങ്കിൽ തേങ്ങയൊക്കെ പെറുക്കാൻ പോകുമ്പോൾ എടുക്കുന്ന ഈ ഉന്തുവണ്ടി ഇല്ലേ, അതിൻ്റെ അകത്ത് കുറേ മണ്ണിട്ടിട്ട് ചെടി വെച്ചേക്കുവാണേ. അവിടെ പോയിരിക്കാം നമുക്ക്. ഈ കൊടയുടെ കീഴിൽ ടാറിടുന്ന എന്തോ ഇത് ഇവിടെ തന്നെ കൊടയുടെ അവിടെ കൊണ്ട് നിർത്തും വെച്ചിട്ട് കൊട നൗഫി കൊട കൂടിയിട്ട് വരട്ടെ. ഇതെന്താ നൗഫി? ഫോട്ടോ അല്ല, ഞാൻ ഫോട്ടോ അല്ല, എന്നാ കൊണസ്റ്റ് വേണേലും കാണിച്ചാണ് എന്റെ കൊച്ച്. കൊട കിട്ടിയോ? രണ്ടടി ഇതിൻ്റെ അകത്ത് കാല് മത്തങ്ങനെ എവിടെ പോയി നീ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കാണിക്കുമോ? മത്തങ്ങ ഇങ്ങനെ എടുക്കുന്ന ബാഹുബലി പോലെ. അതവിടുന്ന് പൊങ്ങി. നീ കയറിയിരുന്ന അഞ്ചു. അവര് കാണിക്കുമ്പോ നമ്മള് പഠിക്കും. ഞാൻ ജീൻസ് ഇട്ടിരിക്കും നിങ്ങൾ, ഞാൻ മാത്രം ചുരിദാർ. തല എവിടെയാണ്? ഇതാ പൊട്ടി താഴെ വീഴൂ. കാല് അവര് പിടിച്ച പോലെ കാല് പിടിക്കും. പറഞ്ഞിരുന്നു കാലിങ്ങനെ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി നമസ്കാരം. അത് കിട്ടിയോ? പക്ഷേ എനിക്ക് സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എനിക്കറിയാം വീഡിയോ. അയ്യോ
എന്റെ ക്ലാരിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഇതിന്റെ അകത്ത് ഡോൺ ക്ലൈംബ് എന്ന് എഴുതിയിട്ടുണ്ടോ? അവിടെ നിക്ക ക്ലൈംബ് ചെയ്യാൻ പാടില്ല. അവിടെ നിക്ക്. ചെയ്യാൻ പാടില്ല. എന്റെ ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ നിന്നാ മതി. ഇവിടെ നിക്കാ മതി ഫോട്ടോ എടുക്കാം കേട്ടോ. അല്ല ഞാൻ നിക്കണോ? ഞാൻ എന്തോടെ സെലിബ്രിറ്റി വല്ലതും ആണോ? വരുവാ. ആയില്ലേ? വരുന്നുണ്ടായിരിക്കും അല്ലേ? അല്ലേ വണ്ടി മൊത്തം എടുക്കട്ടെ. ഇനി അങ്ങോട്ട് അഞ്ചാറ് പോയി നിൽക്കും. ഫോട്ടോ വന്നോ? ഓക്കെ വാ. ഇവിടെ റൊമാൻസ് ഗോയോ. ഒരു ബോട്ട് മറിഞ്ഞു കിടക്കുന്ന പുല്ല് കൊടുക്കുന്നവർക്ക് കുന്തി ദേവി എടുക്ക്. ഇതിന് മതി. ഇതിനൊക്കെ കൊള്ളാത്തതാണ്. ആ നോട്ടം കണ്ടിട്ട് ഇവള് നോക്കുന്നു. നോക്ക് ഇങ്ങനെ ഫോണിൽ ഷോ കാണിക്കുന്നല്ല. എന്നാ എന്റെ ഫോൺ ഇങ്ങോട്ട് നിൽക്കും. ഈ നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്നത് തെറിച്ചു പോയി. Get a home appliance of the two families. You are the link. Link? No. You are the link of the link. The two family attached to the bathroom. Your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. നീ ഇപ്പൊ വിചാരിക്കും കുട്ടികളി മാറാൻ ഈ പെണ്ണിനാണ് ഇങ്ങനെ ഒരുപാട് സാധനം കാണാനുണ്ടല്ലേ. കുറെ ക്രിയേറ്റിവിറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ കുഞ്ഞ് ഇതിൻ്റെ അകത്ത് കുറെ പ്രാചീന കാല ഇവിടെ എന്നാ ഉള്ളേ? ഇവിടുന്ന് വായി. ഇതൊക്കെ വീട്ടിലും ആക്കാവേ നമുക്ക്. ഇങ്ങനെയൊക്കെ കമ്പ് കിട്ടിയാലേ. ഇത് ഒരു കമ്പ് തുളച്ചിട്ടാ, മനസ്സിലായി? ഈ കമ്പ് തുളച്ചിട്ട് ഉള്ളിൽ മണ്ണിട്ടിട്ടാ. വരുവാ. അഞ്ചോ കൊണ്ട് പോകും. ഞാൻ നോക്കി ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ട്. അയ്യോ ഇവിടെ എന്നാ ശക്തിമാനുണ്ടല്ലോ. പോയി നിന്നോടെ അഞ്ചു. എട്ട പിടിച്ച് പൊക്കി എടുത്തോ. മുട്ട ഇട്ടോ അതിനകത്ത് മുട്ട. അത് മുട്ട എടുത്ത് ഇത് ഈ ബാസ്ക്കറ്റ് മുട്ട ഇടുന്ന പാത്രം അത് കിട്ടി. എടാ ഇതെന്നാ ഇതിന്റെ പുറകിലെ
എന്തോ ഓടാൻ നിൽക്കുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ എഞ്ചിനാടാ അത്. ബൈ ബൈ കൊടുക്ക്. അഞ്ചു ബൈ ബൈ. ബൈ ബൈ എവരിവൺ. ഞാൻ എവിടെ പോയില്ല. ഞാനും എപ്പോഴും മാറക്കും ഞാൻ. ഇത് മൊത്തത്തിൽ കിട്ടണം. അത് കുഴപ്പമില്ല, എന്നെ കിട്ടിയാൽ മതി. കുറച്ച് അടുത്ത് കളിച്ചു. ഫോട്ടോ ഫോട്ടോ വേഗം എടുക്കണം കേട്ടോ. എന്റെ ചിരിയല്ലേ മോശം. ആയില്ലേ? ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. എടുത്തോ? എടുത്തോ. ഷാൻ നിൽക്ക. ആ അടിപൊളി അടിപൊളി. അവിടെ നിൽക്കും. പൂ പറിക്കുന്ന പോലെ ഇങ്ങനെ. അതൊന്നും വേണ്ട. എന്റെ ഷാന്റെ കൊണ്ട് നോക്കേ. നിങ്ങൾ ആരാ? അല്ല ചിരിക്ക്. എടുത്തോ? കാണുന്നില്ല. അത് മതി. ഷാൻ ചിരിക്ക്. ഷാൻ ചിരിക്ക്. ഷാൻ ചിരിച്ചു പോകാൻ എവിടെ നോക്ക്. ഓക്കെ. ഷാൻ തന്നെ പറഞ്ഞു കൊടുക്ക്. എടുത്തോ? കോഴീനൊന്നും കിട്ടുന്നില്ല. അപ്പുറം കിടക്കട്ടെ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അയില അയില വലിച്ചോ. വലിച്ചോ വലിച്ചോ. ആ ആ നാദർശ ഇവിടെ വേണം നിന്നോ. നാദർശ എന്റെ ഫോൺ ഇവിടെ ഒന്ന് നിന്നേ. എന്റെ ഫോൺ ആ അങ്ങനെ നിൽക്കണോ? അങ്ങോട്ട് നോക്കാം. മതി മതി, ഞാൻ എടുത്തു. ഷാനിക്കാം. അതാരാടെ പോകുന്ന? ബൈക്ക് നോക്കും. ബൈക്ക് നോക്കുന്നു. ഞാൻ പേടിച്ചു. അങ്ങനെ ഒരുപാട് കളിച്ച് ചിരിച്ച് തമാശകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒന്നിച്ചു കൂടാത്തതിൻ്റെ എല്ലാ പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി. അത്രമാത്രം നമ്മൾ ചിരിച്ചു കേട്ടോ. ഇന്ന് എന്തായാലും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. പിന്നെ നമ്മൾ നേരെ പോയത് അൽനാദയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. എല്ലാവരും ഒത്തിരി ചിരിച്ച് ടയേർഡായി. അപ്പം എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെന്നപാടെ നമുക്ക് മട്ടൻ സൂപ്പാണ് കേട്ടോ കിട്ടിയത്. മട്ടൻ എനിക്ക് സാധാരണ ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മുന്തിരി ജ്യൂസ്. നൗഫി ഇത് മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഗുബൂസും അതുപോലെ തന്നെ ചാർക്കോൾ ചിക്കനും ആയിരുന്നു. 2 ഫ്ലേവർ. എന്തൊക്കെയായിരുന്നു? പെപ്പറും വേറെ എന്തോ. നമ്മുടെ അഞ്ചൂസ് എന്തൊക്കെയോ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നമ്മുടെ നൗഫിയുടെ ക്രിയേറ്റിവിറ്റികളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ അവൾ എഫോർട്ട് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. പിന്നെ നമ്മുടെ നാദർശയോടും നൗഫിയോടും ഒരുപാട് താങ്ക്സ് പറയാറുണ്ട്. കാരണം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഇങ്ങനെയൊരു പുറത്ത് ഔട്ടിങ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ, ടേക്ക് കെയർ.